രാവിലെ ബെവന്തിപൂർ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ ലേഡി ഇൻസ്പെക്ടർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അവർ ഈ ഗ്രാമത്തിലുള്ളവരാണ്. ആ ഇൻസ്പെക്ടർ യൂണിഫോമോട് കൂടി സ്റ്റേഷനകത്തേക്ക് വന്നതും തന്നെ ലേഡി കോൺസ്റ്റബിൾ പൂനം അവരുടെ കഴുത്തിലേക്ക് മാല അണിയിച്ചു. വരൂ മേഡം, നിങ്ങളെ ഈ സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേഡം എന്ന് പറയേണ്ട ചേച്ചി, പദവിയിൽ ഞാൻ നിങ്ങളെക്കാളും ഉയർന്നതായിരിക്കാം, പക്ഷെ ഞാൻ ഇത്രത്തോളം വളരാൻ നിങ്ങളാണ് എന്നെ സഹായിച്ചത്. സരിത തന്നെ സ്വാഗതം ചെയ്യാൻ വന്ന എല്ലാരോടും എന്തു പറഞ്ഞെന്നാൽ, പിന്നെ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് ഒരു പോലീസ് ഓഫീസറായിട്ടല്ല വന്നത്, ഒരു മകളായിരുന്നു ഞാൻ നിങ്ങൾ എല്ലാരെയും സഹായിക്കും. ഈ ഗ്രാമത്തിലെ കുറ്റങ്ങളെല്ലാം തന്നെ ശരിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ശ്രമിക്കും. സരിത ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ സന്തോഷമായി. കാരണം ഈ ഗ്രാമത്തിൽ ദിവസം തോറും പ്രശ്നങ്ങൾ അധികരിച്ചുകൊണ്ടേ പോകുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു. പൂനം ചേച്ചി, ആ രജിസ്റ്റർ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ? ഈ മാസത്തെ കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് ഇല്ലേ ആ ഫയൽ? പൂനത്തിന്റെ പുറകെ സരിത സ്റ്റേഷനകത്തേക്ക് ചെന്നു. അവിടെ പൂനം സരിതയുടെ കയ്യിൽ രജിസ്റ്റർ നൽകി. സരിത ആ രജിസ്റ്റർ വായിക്കാൻ തുടങ്ങി. ഈ മാസം ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല, പക്ഷേ കംപ്ലൈന്റ്സ് കാരണം രജിസ്റ്റർ തന്നെ ഫുള്ളായല്ലോ. ഈ ഗ്രാമത്തിന്റെ അവസ്ഥ ഇതാണ് മോളെ. ഗ്രാമത്തിലെ ജനങ്ങളെ പോലും എണ്ണാം, പക്ഷേ പ്രശ്നങ്ങൾ എണ്ണാൻ സാധിക്കാത്തതാണ്. ഇപ്പോൾ സരിത കുറ്റവാളികളെ ഓരോരുത്തരായി കണ്ടുപിടിക്കാനായി ശ്രമിച്ചു. എന്നിട്ട് അവരെ പിടികൂടി. ഇതെല്ലാറ്റിനും സരിതയോടൊപ്പം കോൺസ്റ്റബിൾ ഗുണയും ഉണ്ട്. പക്ഷേ സരിത നോക്കി, ഗുണ ഒരു ജോലിയും ശരിക്കും ചെയ്യുന്നില്ല. എന്താ മാഡം, നിങ്ങൾ ഇന്നാണല്ലോ വന്നിരിക്കുന്നത്. വന്ന ഉടനെ നിങ്ങൾക്ക് എല്ലാ ക്രൈമും തടസ്സം ചെയ്യാൻ പറ്റുമോ? കൊള്ളാലോ ഗുണാൽ സാർ, വളരെ നന്നായി കവിതയൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഡ്യൂട്ടി ചെയ്യുന്നില്ല അല്ലേ? ഡ്യൂട്ടിയിൽ എന്താ ഉള്ളത് മാഡം? അത് കറക്റ്റായിട്ട് ചെയ്യാൻ മനുഷ്യന് നിമ്മതി കിട്ടില്ലല്ലോ. ശരീരത്തിന് ക്ഷീണമാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്നോട് ഇതൊന്നും നടക്കില്ല സാറേ. നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നോ ഇല്ലയോ, പക്ഷെ തീർച്ചയായും പ്രശ്നമുണ്ടാകും. സരിതയ്ക്ക് ഗുണാലിന്റെ മേലിൽ സംശയം വന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഡ്യൂട്ടി സമയത്ത് എവിടേക്കെങ്കിലും പോകും. പക്ഷെ അവർ അത് ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നു. എന്നിട്ട് അവരുടെ ജോലിയിൽ അവർ ശ്രദ്ധ ചെലുത്തി. ഇപ്പോൾ സരിത കുറച്ചു ദിവസത്തിനകം തന്നെ ഒരുപാട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. മാഡം, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഈ ക്രിമിനൽസ് ഒക്കെ നിങ്ങൾക്ക് ഏതോ ഒരു പഴയ സംബന്ധം ഉണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതും കൊടുത്തിട്ട് ഇവിടെ ജയിലിലിരുത്തിപ്പിക്കുന്നത്. അത് മാത്രമല്ലാതെ ഇവരൊക്കെ സ്ഥലം പിടിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെ സ്ഥലം പിടിച്ചടക്കുന്നവർക്കും എനിക്കും ചെറിയ പ്രായം മുതൽ നല്ല ബന്ധമുണ്ട്. എന്റെ വീടിനെ നശിപ്പിച്ചത് ഇവർ തന്നെയാണ്. മാഡം, ഒരു കാര്യം പറയട്ടെ. മാഡം, കവിതയോ ഇല്ല കഥയോ, അത് പറയണമെങ്കിൽ നമ്മൾ കഥ മുഴുവനും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സരിത ഗുണാലിനോട് ചെറുപ്പത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. സരിത സ്കൂളിൽ നിന്നും തന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. അവിടെ ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിയുന്നത് അവർ കണ്ടു. ഇത് കണ്ടിട്ട് അവൾ പേടിച്ചുപോയി. അച്ഛാ, ഇവരെന്തുകൊണ്ടാ നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തേക്ക് എറിയുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴീ വീട് നമ്മളുടെ അല്ലേ മോളെ. പക്ഷെ നമ്മൾ എപ്പോഴും ഇവിടെയല്ലേ താമസിക്കുന്നത്. ഞാൻ എന്റെ കൂട്ടുകാർ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടെന്ന്. നീ വാ മകളെ, നമുക്കിപ്പോ ഇവിടെ നിന്ന് പോയേക്കാം. ഇപ്പോൾ നീ നിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്തേക്ക്. പക്ഷേ അച്ഛാ, നമ്മൾ എവിടേക്ക് പോകും? നമ്മുടെ പുതിയ വീട് എവിടെയാണുള്ളത്? അത് എനിക്കും അറിയില്ല മോളെ. ഇപ്പോൾ നമ്മൾ വീടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് സ്വന്തം വീടുകളേ ഇല്ല. എവിടെയെങ്കിലും നമുക്ക് ഒരു കൂറയുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കണ്ടിരുന്ന് താമസിക്കാം. ഇങ്ങനെ പറയുമ്പോൾ സരിതയുടെ അച്ഛന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. സരിതയും അവരുടെ വീട് നോക്കി, എന്നിട്ട് കരയാൻ തുടങ്ങി. അവളുടെ അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. മറുവശത്ത് അവരുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സരിതയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. മാഡം, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇങ്ങനെ സ്ഥലം പിടിച്ചു പറിക്കുന്നവരോട് എനിക്ക് എന്തിനാണ് ഇത്ര ദേഷ്യമെന്ന്. ഗുണാൽ തന്റെ മനസ്സിൽ എന്തു ചിന്തിച്ചെന്നാൽ, മനസ്സിലായി മാഡം, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അറിയേണ്ടതല്ലേ. ഗുണാൽ അവിടെ നിന്നും നേരെ തലവിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചേട്ടാ, ഇപ്പോഴൊരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടല്ലേ. അവർക്ക് ചെറിയ വയസ്സിൽ വലിയൊരു അന്യായമാണ് നടന്നിരിക്കുന്നത്. പാവം, ചെറിയ വയസ്സിൽ തന്നെ അവരെ വീട്ടിൽ വിട്ട് പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴോ ആരൊക്കെ സ്ഥലം എങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അവരെല്ലാരും കൈത് ചെയ്തോണ്ടിരിക്കുകയാണ്. വരൂ പോലീസുകാരെ, നിങ്ങൾ പോലീസ് കാര്യം നല്ലോണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, പക്ഷേ നിങ്ങൾ തകവലൊക്കെ നന്നായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ നിങ്ങൾ ഇതിനു വേണ്ടിയല്ലേ ഗവൺമെന്റ് കാട്ടും കുറെ കാശ് തരുന്നത്. ഗുണാൽ യൂണിഫോം അണിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം തലവനായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ ഇക്കാര്യം സരിതയ്ക്ക് തീരെ അറിയില്ലായിരുന്നു. അവരുടെ പദ്ധതിയെല്ലാം തന്നെ ഗുണാലിനോട് പറയാൻ തുടങ്ങി. അത് അദ്ദേഹം തലവനോട് ചെന്ന് പറയും. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, ഈ കുറ്റവാളികളൊക്കെ എങ്ങനെയാ ഇത്ര മുൻകരുതലോടെ ഇരിക്കുന്നത്? സരിത വളരെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് അവർക്ക് അതിരാവിലെ അവരുടെ പോലീസ് സ്റ്റേഷനിൽ വളരെ പ്രകാശമായ ഒരു ന്യൂസ് പേപ്പർ കണ്ടത്. അത് വായിക്കാൻ തുടങ്ങി. നാളെ 22-ാം തീയതി കുറ്റവാളികൾ രാജു, ചുന്നു പവൻ കൊച്ചിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും റിങ്കിയുടെ വീടും പിടിച്ചടക്കാൻ പോവുകയാണ്. അത് ശരി, ഇതൊക്കെ ഇവർ ചെയ്യാൻ പോവുകയാണോ? അടുത്ത ദിവസം ആ 2 കുറ്റവാളികളും കുറ്റം ചെയ്യാനായി ചെല്ലുമ്പോൾ സരിത അവർ രണ്ടുപേരെയും പിടിച്ചു. എന്നിട്ട് അവരെ ജയിലിലാക്കി. പിന്നെ തുടർന്ന് ഇതുപോലെ സരിത മാന്ത്രിക ന്യൂസ് പേപ്പർ മൂലം കിട്ടുന്ന ന്യൂസ് ഉപയോഗിച്ച് എല്ലാ കുറ്റവാളികളെയും കുറ്റം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെന്ന് പിടിക്കും. പിന്നെ ഈ ന്യൂസ് പേപ്പർ കാര്യം ഗുണാലിന് മനസ്സിലായി. ഇതിനെപ്പറ്റി പൂർത്തിയായിട്ട് മുതലാളി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഗുണാൽ ഇപ്പോൾ തലവനെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് സരിതയുടെ കയ്യിൽ ഒരു മാന്ത്രിക ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന്. അതുമൂലം എല്ലാ ഇൻഫർമേഷനും ഒരു ദിവസം മുൻപേ തന്നെ കിട്ടുന്നുവെന്ന് പറഞ്ഞു. ഇപ്പോൾ തലവൻ രാത്രി സ്റ്റേഷനിലേക്ക് വന്ന് ആ ന്യൂസ് പേപ്പർ മോഷ്ടിച്ചു. പക്ഷെ അതിൽ പാതി ഭാഗങ്ങൾ കാണാനില്ലായിരുന്നു. എന്തായത്? ഈ ന്യൂസ് പേപ്പർ വെറും പകുതി മാത്രമല്ലേ ഉള്ളൂ? തലവൻ എല്ലാ സ്ഥലത്തും തേടി. പക്ഷെ അദ്ദേഹത്തിന് ആ ന്യൂസ് പേപ്പറിന്റെ പാതി ഭാഗങ്ങൾ കിട്ടിയില്ല. പിന്നെ അദ്ദേഹം അത് എടുത്തുകൊണ്ട് തിരികെ വന്നു. ഇനി എന്റെ ആൾക്കാർ മോഷണം ചെയ്തതും നിലം പിടിച്ചു വെക്കുന്നതും ഇനി നീ എങ്ങനെ തടസ്സം ചെയ്യുന്നു ഞാനും നോക്കട്ടെ. ഇപ്പോൾ തലവന് ആ പാതി മാന്ത്രിക പേപ്പറിൽ എന്ത് കണ്ടെന്നാൽ, അതായത് പോലീസ് എപ്പോൾ എവിടെ റെയ്ഡ് ചെയ്യാൻ പോകുന്നുവെന്ന്. അത് ഉപയോഗിച്ച് അദ്ദേഹം തന്റെ ആളുകളെ മുൻപേ തന്നെ ഉഷാറാക്കി. മറുവശത്ത് സരിതയ്ക്ക് വിഷമമായി. അതായത് റെയ്ഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറ്റവാളികൾക്ക് എങ്ങനെ കാര്യം അറിയുന്നുവെന്ന്. മുതലാളി, ഞങ്ങളുടെ മാഡം വല്ലാതെ കുഴപ്പത്തിലാണുള്ളത്. അതായത് തെറ്റ് നടക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്ന അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനു ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് നീ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ തലവൻ ആ ഗ്രാമത്തിലെ വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാനായി ചെന്നു. പക്ഷെ ആ പണക്കാരൻ അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് പോലീസിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ചെന്നു. തലവൻ മോഷ്ടിച്ചത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത് നേരാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. സരിത തലവൻ സാറിനെ അറസ്റ്റ് ചെയ്യാനായി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ മോഹനെതിരെ വന്നു. മാഡം, ഈ മോഷണമൊക്കെ നടത്തിയത് വലിയ ആൾക്കാരല്ല, ഞാനാണ് ചെയ്തത്. ഞാൻ ചെയ്ത പൂർണ്ണ തെറ്റ് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. നിങ്ങൾ എന്നെ കയ്യിലങ്ങ് വെച്ചിട്ട് പോവാം. ഇത് കണ്ടിട്ട് സരിതയ്ക്ക് ആകെ ആശ്ചര്യമായി. തലവനാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. എന്ന് എന്റെ കയ്യിൽ തെളിവ് കിട്ടുന്നുവോ അന്ന് നിങ്ങളെ ഞാൻ അകത്താക്കി ഒരു പാഠം പഠിപ്പിക്കും. എന്നെ ജയിലിനകത്ത് ഇട്ടിട്ട് പാഠം പഠിപ്പിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങളെന്താ വലിയ സിംഹമാണോ? ഞാൻ സിംഹമല്ല, ഞാനൊരു ലേഡി സിംഹമാണ്. ഇപ്പോൾ സരിത അവിടെ നിന്നും മോഹനെ മോഷ്ടിച്ച കുറ്റത്തിനായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. മറുവശത്ത് തലവൻ ന്യൂസ് പേപ്പർ വായിച്ചു. എന്താ ഇത്? ഇതിൽ എന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ ഗ്രാമത്തിലുള്ള മുതലാളിക്ക് 5 വർഷം ജയിൽ ശിക്ഷ എന്നോ, പോലീസ് സ്റ്റേഷനിൽ കക്കുമ്പോൾ കുടുങ്ങിയെന്നോ? ഇല്ല, ഇങ്ങനെയൊക്കെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗുണാൽ തലവന്റെ അടുത്തേക്ക് വന്നു. സാർ, സരിത മാഡത്തിൽ നിങ്ങളെതിരായിട്ട് ആധാരം കിട്ടിയിട്ടുണ്ട്. അവർ ആ ഫയലൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് സാർ വെച്ചിട്ടുള്ളത്. നീ പറയുന്ന മുമ്പ് തന്നെ ഈ ന്യൂസൊക്കെ എനിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാ സ്റ്റേഷനിൽ നിന്ന് ആ ഫയലൊക്കെ കാണാതായി പോവും. തലവൻ രാത്രി ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. എന്നിട്ട് ആ ഫയൽ മോഷ്ടിക്കുന്നതിൽ വിജയിച്ചു. ഇപ്പോഴാ ലേഡി സിംഹം മാത്രമല്ല, ശരിക്കുള്ള സിംഹം വന്നാലും എന്നെ ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് അവിടേക്ക് സരിത വന്നത്. നിന്നെ സംബന്ധിച്ച നിനക്കൊരു ലേഡി സിംഹം മതി. സ്റ്റേഷനിലേക്ക് വാ, എന്റെ കയ്യിൽ നിനക്കെതിരായി തെളിവുണ്ട്. എനിക്കെതിരായിട്ടുള്ള തെളിവോ? അങ്ങനെ ഞാൻ എന്താ ചെയ്തത്? നീ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗവൺമെന്റിന്റെ ഫയൽസ് മോഷ്ടിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഫയൽസോ? അത് ഞാൻ എപ്പോഴാണ് മോഷ്ടിച്ചത്? അക്കാര്യം ഇവിടെയല്ല, കോർട്ടിൽ വന്ന് പറ. എന്നെ വിലങ്ങ് വെച്ചിട്ട് പോവാനുള്ളത് നീ ആരാണെന്ന് പറ. ഞാനൊരു ലേഡി സിംഹമാണ്. എന്താ മറന്നുപോയോ? ഒരുപാട് വർഷങ്ങളായി അടുത്തവരുടെ സ്ഥലം പറ്റിച്ച് നീ നന്നായി ജീവിച്ചുകൊണ്ടിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ജയിലിൽ വിശ്രമിക്കാം. മണ്ടത്തരം പറയാൻ നിർത്ത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞുള്ള ആധാരം എന്താണുള്ളത്? സരിത അവരുടെ ഫോൺ എടുത്ത് അതിൽ തലവനോട് എന്തോ കാണിച്ചു. ഇന്നലെ സ്റ്റേഷനിൽ ഞാൻ ഒളിച്ചിരുന്ന് CCTV ക്യാമറ ഫിറ്റ് ചെയ്തു. അതിൽ നീ മോഷ്ടിക്കുന്നത് തെളിവായി പതിഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്നലെ ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും 100 കണക്കിന് ഫയലുകൾ കളഞ്ഞുപോയി.
ഇവിടെ നോക്ക്, നീ എന്നെ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ തന്ത്രം ചെയ്യാണ്. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വന്നത് സത്യമാണ്, പക്ഷേ ഞാൻ ഗവൺമെന്റ് ഫയൽ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ വന്നിട്ട് നീ നിനക്കെതിരായ ഫയൽ മോഷ്ടിക്കാനായാണ് വന്നത് അല്ലേ? അതെനിക്കറിയാം. നീ ഗവൺമെന്റിന്റെ പേപ്പേഴ്സ് ഒന്നും തന്നെ മോഷ്ടിച്ചില്ല. എന്നാലും ഞാൻ നിന്റെ മേലിൽ ഇങ്ങനെ ഒരു കേസിട്ട് നിനക്ക് ശിക്ഷ വാങ്ങിത്തരും. പാവപ്പെട്ട ഈ ജനങ്ങളുടെ മേലെ ഇതുപോലുള്ള കള്ള കേസൊക്കെ കെട്ടിട്ട് വെച്ചിട്ടാണോ നീ പോലീസ് വേഷം ഇട്ടിരിക്കുന്നത്? അപ്പോൾ നീ ഇതിനാണോ തലവനായത്, ജനങ്ങളുടെ നിലം അപഹരിക്കാൻ? നിനക്കറിയാമോ, സ്റ്റേഷനിലേക്ക് മോഷ്ടിക്കാനായി നിന്നെ വരുത്തിയത് ഞാനാണ്. എന്ത്? അതെ, ഗുണാൽ നിന്റെ കൈ ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അതായത് നിനക്കെതിരായ തെളിവുകൾ എന്റെ കയ്യിലാണുള്ളത്, അത് ഞാൻ സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ന്യൂസ് വന്നിട്ട് അവന് മുമ്പ് തന്നെ ആ മായ ന്യൂസ് പേപ്പർ മുമ്പ് എനിക്ക് അറിഞ്ഞിരുന്നു. വാവ്, ആ മാന്ത്രിക ന്യൂസ് പേപ്പർ പോലീസ് സ്റ്റേഷനിൽ വെച്ചതും ഞാനാണ്. കാരണം നീ അത് മോഷ്ടിക്കുമെന്നതിനു വേണ്ടി. ഓർമ്മയുണ്ടോ അതിൽ പാതി ഭാഗങ്ങൾ ഇല്ലാത്തത്? അത് എന്റെ കൈവശമുണ്ട്. അപ്പൊ ഇതൊക്കെ നിന്റെ ചതി തന്നെയാണോ? അതെ, നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരെ പിടിക്കാനായി ഞാൻ ഇങ്ങനെ വല വീശേണ്ടി വന്നു. അപ്പോഴാണ് അവിടേക്ക് ഗുണാൽ വന്നത്. വരൂ വരൂ ഗുണാൽ. നിങ്ങൾക്ക് ആരാണ് ഗുണാൽ എന്ന് പേര് വെച്ചതെന്നറിയില്ല, പക്ഷെ നല്ല പേരാണ്. നീ നല്ല കള്ളത്തരം കാണിക്കുന്നവനാണല്ലോ. പക്ഷെ ഇപ്പോൾ നിന്റെ കള്ളത്തരം പുറത്തു വന്നു. ഇദ്ദേഹത്തിനോടൊപ്പം നീയും ജയിലിലേക്ക് പോയി കല്ലൊടിക്കാൻ പോവുകയാണ്. സരിത അവർ രണ്ടുപേർക്കും 5 വർഷം ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്നും തലവൻ പറ്റിച്ചു വാങ്ങിയ സ്ഥലം സരിത എല്ലാവർക്കും തിരികെ നൽകി.